വെള്ളം വെള്ളം കൊള്ളാം, തുള്ളിച്ചാടാൻ കൊള്ളാം. അയ്യോ, അത് ചീത്ത വെള്ളവാ. കുടിച്ചോ, ഉഗ്രനാ. എനിക്ക് വേണ്ട. കൊള്ളാ വെള്ളം കൊള്ളരുതേ, പള്ളിയിലെത്തിയാ പണി കിട്ടും. കൊള്ളാത്ത വെള്ളം കുറേ കുടിച്ചതല്ലേ, ഇനി അല്പം ORS കുടിക്കട്ടെ. ഇളക്കമെല്ലാം അതോടെ തീരും. ജലജന്യ രോഗങ്ങൾക്കെതിരെ കരുതലോടെ ഇരിക്കുക. നമസ്തേ. പച്ചയായ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ പ്രതിപാദ്യ വിഷയമാകുന്ന കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യ പട്ടികകളിൽ പ്രഥമ ഗണനീയരായ ആദിവാസികൾ ഇന്നും അനുഭവിക്കുന്ന ദുരിതപൂർണമായ ജീവിത കാഴ്ചകളിലേക്കാണ് കാഴ്ച ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കൊല്ലം ജില്ലയിലെ അച്ചൻകോവിലിൽ ആദിവാസി കോളനിയിലേക്ക്, മുതലത്തോട് ആദിവാസി കോളനിയിലേക്ക്. പൊതിച്ചോർ ഫേസ്ബുക്ക് കൂട്ടായ്മ പേര് അനർത്ഥമാക്കുന്ന പ്രവൃത്തി. ചങ്ങനാശ്ശേരി സ്വദേശികളായ സ്മിനു സിജോ, ഭർത്താവ് സിജോ ജേക്കബ്, മക്കൾ സാന്ദ്ര സിജോ, സെബിൻ സിജോ, അഡ്മിൻ അംഗങ്ങളായ അജേഷ്, ബാലു ജേക്കബ്, അരുണസ് നായർ, സുരാജ്, പ്രശാന്ത് എന്നിവരുടെ FB കൂട്ടായ്മയിൽ രൂപം കൊണ്ട പൊതിച്ചോർ പേര് പോലെ പ്രവൃത്തിയിലും പ്രശംസനീയമാണ്. സുമനസ്സുകളുടെ നിർലോഭ സഹായം സ്വരൂപിച്ച് വിശക്കുന്നവർക്ക് ആഴ്ചകൾ തോറും ഇഷ്ടഭക്ഷണം കൂട്ടായ്മ അംഗങ്ങൾ സ്വയം പാചകം ചെയ്ത് വിതരണം ചെയ്യുന്നു. അവരുടെ 100 ദിനങ്ങൾ തികയുന്ന ആഘോഷമായിരുന്നു ജൂലൈ 2-ന്. അതിനവർ തിരഞ്ഞെടുത്തത് അച്ചൻകോവിൽ മുതലത്തോട് കൊടും വനത്തിലെ ആദിവാസി കുടുംബങ്ങളെയാണ്. അധികാരികളുടെ അവഗണന എന്നും അനുഭവിക്കുന്ന രോഗികളും പിഞ്ചു കുട്ടികളും അടങ്ങുന്ന പട്ടിണി കുടിലുകളെ. രോഗികൾക്ക് മരുന്നുമായി ഇന്ത്യൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ആനന്ദൻ, അടൂർ മേഖലാ സെക്രട്ടറി ഡോക്ടർ സ്മിത, ഡോക്ടർ ഇർഷാദ്, ഡോക്ടർ അഖില എന്നിവരും പൊതിച്ചോർ കൂട്ടായ്മയുടെ ജീവകാരുണ്യ യജ്ഞത്തിൽ പങ്കാളികളായി. ആദ്യ ജീവകാരുണ്യ വാർത്താ ചാനൽ മലനാട് TV മുൻപ് നടത്തിയ മെഡിക്കൽ ക്യാമ്പാണ് പൊതിച്ചോറിന്റെ സുഹൃത്തുക്കളെ അച്ചൻകോവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് അച്ചൻകോവിൽ മുതലത്തോട് ആദിവാസി കുടിലുകളെ ലക്ഷ്യമാക്കി ഞങ്ങൾ യാത്ര ആരംഭിച്ചു. കോടികൾ അനുവദിച്ചു എന്ന് അട്ടഹസിക്കുന്ന അധികാരികൾ സർവീസ് ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ നിത്യേന കടന്നുപോകുന്ന അലിമുക്ക് അച്ചൻകോവിൽ റോഡിലൂടെ സഞ്ചരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി. അത്രമാത്രം ദുർഘട പാത. മാനസം കല്ലുകൊണ്ടല്ലാത്തവരായുള്ളവരാരാനും ഈ വഴി പോകുകിൽ എന്ന ചങ്ങമ്പുഴ കവിത ഓർത്തുകൊണ്ട് റോഡിനിരുവശമുള്ള പ്രകൃതി മനോഹാരിതയിൽ ലയിച്ച് യാത്രാ ദുരിതം മറന്നു. ഔഷധവാഹിനി അച്ചൻകോവിലാറിൻ്റെ ഒരറ്റത്തുകൂടിയുള്ള യാത്ര ഹൃദയഹാരിയായ ഒരു അനുഭവമായിരുന്നു. മുൻപിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ്, ഒരു വശത്ത് കാട്ടാനകളുടെ വിളയാട്ടം, മറുവശത്തോ പ്രകൃതിയുടെ വശ്യമനോഹാരിത. തെങ്ങിൻ തടിയുടെ താങ്ങില് ഏത് നിമിഷവും നിലംപൊത്താവുന്ന തുറപ്പാലം കടന്ന് മലദൈവങ്ങളുടെ മൂലസ്ഥാനമെന്ന് വിശ്വസിക്കുന്ന വളയത്ത് വിളക്ക് കത്തിച്ച് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഞങ്ങൾ മുതലത്തോട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി. മലകൾ ദൈവത്തറകളായി ആരാധിച്ചു പോന്ന ദ്രാവിഡ സംസ്കാരം അതിജീവനത്തിൻ്റെ പദമാണ് നമുക്ക് പകർന്നു നൽകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനായി കാവുകളും കുളങ്ങളും ഇത്തരം മലദൈവത്തറകളും വഹിച്ച പങ്ക് ചെറുതല്ല. മലയപ്പൂപ്പന്മാർക്കും കുന്നല അമ്മൂമ്മയ്ക്കുമായി മുറുക്കാൻ വച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആദിവാസികൾ നിർദ്ദേശിച്ചു. അച്ചൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബുവും കുടുംബവും, അച്ചൻകോവിൽ ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഗോപിയും ജോസും സ്റ്റാലിനും മുതലത്തോട് ആദിവാസി കോളനി നിവാസികളും ചേർന്ന് ഞങ്ങൾക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരി ചാരിറ്റബിൾ സംഘം അച്ചൻകോവിൽ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന വനത്തിൽ കഴിയുന്ന ആദിവാസി വിഭാഗങ്ങളടക്കമുള്ള ജനങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രദേശം
അച്ചൻകൂർ ഗ്രാമം ഈ ചാരിറ്റബിൾ സൊസൈറ്റി തിരഞ്ഞെടുത്തതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നതിലും വാർഡ് മെമ്പർ എന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ധാരാളം പ്രോഗ്രാമുകൾ പ്രദേശത്ത് ഈ കോളനിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ പ്രോഗ്രാമുകളടക്കം വരുന്നുണ്ട്. അതിലേറെക്കുറെ ഈ പ്രദേശത്ത് ഈ ഗ്രാമത്തിൻ്റെ ഒറ്റപ്പെടലും തേങ്ങലും ഒക്കെ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുവാൻ എത്തിയിട്ട് മലനാട് ചാനൽ അവിടെ ഒത്തിരി സേവനങ്ങൾ ഈ പ്രദേശത്തുണ്ട്. പ്രിയപ്പെട്ട ജയേഷുമൊക്കെ എന്നോട് ഈ ആവശ്യം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ എൻ്റെ സംഘാടക സ്മിനു ഈ അവരെ പൊതിച്ചോറ്, കാരണം ജീവകാരുണ്യ പ്രവർത്തനപരമായി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാധാരണക്കാരായി ഒറ്റപ്പെട്ട് കഴിയുന്ന ആരോരുമില്ലാത്തവർ കഴിയുന്നവരെയൊക്കെ സഹായിക്കുവാനായിട്ടുള്ള നിർലോഭമായ ഒരു സഹായത്തിന് വേണ്ടി അവർ സംഘടിച്ച ഏകദേശം 10ഓളം വരുന്ന ഒരു ഗ്രൂപ്പ്, അവർ ഇത്തരത്തിലുള്ള ഒരു സഹായം തെരുവിൽ കഴിയുന്നവർക്കും അതോടൊപ്പം തന്നെ അനാഥാലയങ്ങളിൽ കഴിയുന്നവർക്കൊക്കെ സഹായിക്കുവാൻ സന്നദ്ധരായി കേരളത്തിൽ എനിക്ക് തോന്നുന്നു അവർ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വന്യമൃഗങ്ങൾ സ്വൈരവിഹാരം ചെയ്യുന്ന കാട്ടുവഴികൾ താണ്ടിയാണ് അധികാരികളാൽ അവഗണിക്കപ്പെട്ട് രോഗാതുരരായി പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചുകെട്ടിയുണ്ടാക്കിയ ആദിവാസി കുടിലുകൾ ഞങ്ങൾ എത്തിയത്. ഈറ്റ കൊണ്ടുണ്ടാക്കിയ ചുവരുകൾ, പുല്ലുമേഞ്ഞതിനു മീതെ പ്ലാസ്റ്റിക് ഷീറ്റും, വൃത്തിയില്ലാത്ത ചുറ്റുപാട്, തണുപ്പിൽ ആനക്കാട്ടിൽ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇടം കണ്ട് ഉള്ളുപിടഞ്ഞു. കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ രാത്രികാലങ്ങൾ മുറ്റത്ത് ആഴികൂട്ടും, പിന്നെ ശബ്ദമുണ്ടാക്കി അവയെ തുരത്തും. എങ്കിലും ഇന്നേ വരെ അപകടമുണ്ടായിട്ടില്ലെന്ന് അവർ പറയുന്നു. യാത്ര ചെയ്യാൻ കഴിയാതെ കുടിലിനുള്ളിൽ കിടക്കുന്ന പട്ടിണി പാവങ്ങളായ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകി അവരെ ആശ്വസിപ്പിക്കുന്ന ഡോക്ടർ ആനന്ദൻ, ഡോക്ടർ ഇർഷാദ്, ഡോക്ടർ സ്മിത, ഡോക്ടർ അഖില എന്നിവരുടെ നിസ്വാർത്ഥ സേവനം പ്രശംസനീയം തന്നെ. ആദിവാസി കുടിലുകൾ സന്ദർശിച്ച് തിരിച്ച് ക്യാമ്പിലെത്തിയപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാർ. 180-ലധികം വരുന്ന ആദിവാസികൾക്ക് മതിവരുവോളം ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ചപ്പോൾ ഓരോ കുഞ്ഞുങ്ങളുടെയും മുഖത്ത് വിരിഞ്ഞ സംതൃപ്തി പൂക്കൾ അവർണ്ണനീയമായിരുന്നു. ശേഷം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയുണ്ടായി. അവരുടെ ഇഷ്ടതാരമായ കലാഭവൻ മണിയുടെ നേരെ പടിഞ്ഞാറേ സൂര്യൻ എന്ന അവസാന ഗാനം ഏറെ നന്നായി ആലപിച്ച ശിവനാഥ് കൂട്ടത്തിലെ മിടുക്കനായി. നേരെ പടിഞ്ഞാറ് സൂര്യൻ, താരെ മറയുന്ന സൂര്യൻ, ഇന്നലെ തറവാട്ടിൽ തട്ടിക്കളിച്ചൊരു പൊൻ സൂര്യൻ, നെല്ലുരക്ക് പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ, നെല്ലുരക്ക് പുറത്തെ മുറ്റത്ത് ആറടി മണ്ണിലുറങ്ങിയല്ലോ, ഏതോ ഒരു കർക്കിട രാവ്, ഉണ്ണാനുറങ്ങുന്ന രാവ്. തുടർന്ന് ഓരോ കുടുംബത്തിനും 5 കിലോ വീതം അരി, പലവ്യഞ്ജനങ്ങൾ, കുട, പുതപ്പ്, കുട്ടികൾക്ക് വർണ്ണപ്പൊലിമയുള്ള കുഞ്ഞുടുപ്പുകൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങിയവയും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പൊതിച്ചോർ ഭാരവാഹികൾ ഭക്ഷണം വിതരണം ചെയ്തു. അവശരായി കുടിലുകൾ കഴിയുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. മെഡിക്കൽ ക്യാമ്പിലെത്തിയ എല്ലാവരെയും വിശദമായി പരിശോധിച്ച് ആവശ്യാനുസരണം മരുന്നുകൾ കൊടുത്ത് ഡോക്ടർമാർ തങ്ങളുടെ കടമ ഭംഗിയായി നിറവേറ്റി. പൊതിച്ചോറിൻ്റെ 100ാമത് ദിനമാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ 100 ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണ്. എന്താണ് പൊതിച്ചോറ് എന്ന് പറയുന്ന സംഘടനയോട് ഉദ്ദേശിക്കുന്നത്? അശരണരും അന്നം മുട്ടി നിൽക്കുന്നവർക്കും ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ 10 പേർ അടങ്ങുന്ന ഒരു ചെറിയ കൂട്ടായ്മ, ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ തുടങ്ങിയ ഒരു സംരംഭമാണ്. അവിടെ നിന്ന് ഞങ്ങളിത് ഓരോ ആഴ്ചയിൽ 2 ദിവസം വീതം ഏതാണ്ട് ഒരു 10 മാസത്തോളമായി തുടങ്ങിയിട്ട് ആഴ്ച 2 ദിവസം വഴിയോരങ്ങളിൽ അന്നം കൊടുക്കുകയും ഇതിനോടിടയ്ക്ക് അനാഥാലയങ്ങൾ, അതുപോലെ തന്നെ ഈ കുട്ടികൾ മാത്രമുള്ള ഓർഫനേജുകൾ, പിന്നെ ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം, ഇങ്ങനെയുള്ള ഒത്തിരി സഹായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. സ്കൂളുകാർക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ മുതലായവ നൽകുവാൻ സാധിച്ചു. ഇപ്പോൾ 100ാമത്തെ ദിവസം ഒരു നല്ല രീതിയിൽ തുടങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിൽ വരികയും നിങ്ങളോടൊപ്പം കൂടുവാൻ
അവസരം തന്ന ഈ നാട്ടിലെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളെയും കൊണ്ടാവുന്ന രീതിയിൽ ഈ വഴിയോരങ്ങളിൽ കിടക്കുന്നവർ നല്ല ആഹാരങ്ങൾ കഴിക്കുക കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നമ്മളെയും കൊണ്ട് ഞങ്ങൾ തന്നെയാണ് പാചകം ചെയ്യുന്നത്. ഞങ്ങളുടെ കൈ കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടി പാചകം ചെയ്ത് എടുത്ത് തെരുവോരങ്ങളിൽ കൊടുക്കും. അതുകൂടാതെ അനാഥാലയങ്ങളിൽ എല്ലായിടത്തും പഴകിയ മിച്ചം വരുന്ന ഫുഡുകളാണല്ലോ എല്ലാവരിലും എത്തിക്കുന്നത്. ഞങ്ങൾ നല്ല സാധനങ്ങൾ വല്ലപ്പോഴും അവരെ കഴിപ്പിക്കണോ എന്നുള്ളൊരു ആഗ്രഹം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ ശ്രദ്ധ തിരിഞ്ഞത്? തീർച്ചയായിട്ടും നമ്മുടെ നാട്ടുകളിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സഹായങ്ങൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. അനാഥ മന്ദിരങ്ങളാണെങ്കിലും സർക്കാരിൻ്റെ സഹായങ്ങൾ, പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളുടെ ഒരുപാട് സേവനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ ഒരുപാട് അതായത് സന്നദ്ധ സംഘടനകൾ വരാനായിട്ട് മടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞങ്ങളുടെ 100ാമത്തെ ദിവസം വളരെ വ്യത്യസ്തമായിട്ടും ഏറ്റവും അർഹതപ്പെട്ടവരുമായിട്ടുള്ളവർക്ക് കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇവിടെ അച്ചൻകോവിലിൽ എത്തുകയും ഇവരോടെല്ലാം ഒത്ത് ഞങ്ങളുടെ 100ാമത്തെ ദിവസം പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. രാജേഷ് ഭായ് ഒരു മികച്ച ഫോട്ടോഗ്രാഫർ കൂടിയാണ്. നമ്മൾ ഈ വന്ന വഴിയൊക്കെ കണ്ടല്ലോ, വളരെ ദുർഘടം പിടിച്ചൊരു വഴിയാണ്. എങ്ങനെയാണ് എൻജോയ് ചെയ്തത് ഈ ഒരു യാത്രയും ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ ഇവിടുത്തെ ആദിവാസികളായ സഹോദരങ്ങളുടെ ചിത്രങ്ങൾ പകർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിന് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയാം. തീർച്ചയായിട്ടും മലനാട് ടിവിയുടെ ഒരു സപ്പോർട്ട് ഇതിനുണ്ടല്ലോ. എങ്ങനെയാണ് മലനാട് ടിവിയുടെ ഇതേപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്? എനിക്ക് ജയേഷേട്ടനെ നേരത്തോട്ട് അറിയാം. പിന്നെ TV ഞങ്ങൾ ഓൺലൈൻ വഴി ഓരോന്ന് കാണുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടു. ഈ ഒരു സംരംഭത്തെ ശരിക്കും എങ്ങനെ അഭിനന്ദിക്കണം, വാക്കുകളില്ല. ഞങ്ങളുടെ അസോസിയേഷൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്തനംതിട്ട ജില്ല ഒരുപാട് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും ഈ പൊതിച്ചോറെന്നുള്ള സംഘടന ചെയ്യുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഒന്നും ഇല്ല. ഇനി എന്തൊക്കെയോ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെയുള്ള ആൾക്കാർ കുറച്ചും കൂടി ഇത് കണ്ട് മനസ്സിലാക്കണം. മടക്കയാത്രയ്ക്ക് ഒരുങ്ങിയപ്പോൾ എവിടെ നിന്നോ ഓടിയെത്തിയ മൂടൽമഞ്ഞ് പ്രകൃതിക്ക് കുട ചൂടി. വന്യമൃഗങ്ങൾക്കിടയിൽ പ്ലാസ്റ്റിക് കുടിലുകൾ അന്തിയുറങ്ങുന്ന ആ പട്ടിണി പാവങ്ങളുടെ ദുരവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ മലദൈവങ്ങളോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരികെ യാത്ര ആരംഭിച്ചു. ആദിവാസി പുനരുദ്ധാരണം ഫ്ലെക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകാർ ഒന്നോർക്കുക, നിസ്സഹായരായ ഈ ആദിവാസികളും മനുഷ്യരാണ്. ജനിച്ച് ഇത്രയും നാളിനിടയ്ക്ക് ഇത്തരം ഒരു അവിസ്മരണീയ മുഹൂർത്തങ്ങൾ ഈ ആദിവാസി കോളനിയിലെ ഒരു മനുഷ്യനും ഇതുവരെ അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്രത്തോളം പ്രസന്നമായിരുന്നു അവർ നമ്മളോടൊത്ത് ചിലവഴിച്ച ഈ നിമിഷങ്ങൾ. അതിന് നന്ദി പറയേണ്ടത് പൊതിച്ചോർ കൂട്ടായ്മയുടെ അണിയറ പ്രവർത്തകർക്കാണ്. മലനാട് TV എന്നും അവരോട് കടപ്പെട്ടിരിക്കുന്നു. അച്ചൻകോവിൽ ആദിവാസി കോളനിയുടെ ദുരിതപൂർണമായ ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗതാഗതയോഗ്യമല്ലാത്ത റോഡ്. ഈ റോഡിനപ്പുറം തെങ്ങിൻ തൂണുകളിൽ മാത്രം ചാരി നിൽക്കുന്ന ഒരു പാലമുണ്ട്. കേരളവുമായി അച്ചൻകോവിലിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഏതു നിമിഷവും തകർന്നടിയാവുന്ന ഒരു ശോചനീയ അവസ്ഥയിലാണ് പാലം നിലനിൽക്കുന്നത്. അതില്ലാതാകുന്നതോടുകൂടി കേരളവുമായുള്ള ബന്ധമാണ് അച്ചൻകോവിലിന് നഷ്ടമാകുന്നത്. ആദിവാസി ജനവിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇനി ഒന്നും തന്നെ പുതുതായി ചെയ്യേണ്ടതില്ല. അവർക്കായി അനുവദിച്ചിട്ടുള്ള സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ നേരിട്ട് എത്തുന്നതിന് വേണ്ട ഉചിതമായ നടപടികൾ കൈക്കൊള്ളുകയാണ് വേണ്ടത്. വിലങ്ങതടികളായി ഇടയ്ക്ക് നിൽക്കുന്ന ആളുകൾ, രാഷ്ട്രീയ മുതലെടുപ്പുകാർ ആരൊക്കെയോ ആണ് ഈ വികസനത്തിന് പ്രതിസന്ധിയായി നിൽക്കുന്നത്. അവരുടെ കൈകളിൽ നിന്നും നേരായ വണ്ണം ഈ ആനുകൂല്യങ്ങൾ എന്ന് അച്ചൻകോവിലിലെ ആദിവാസികൾക്ക് ലഭിക്കുന്നുവോ അന്നേ അച്ചൻകോവിൽ നമ്മളുടെ പൂർവികരായ ആദിവാസികളുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ മുൻഗാമികളായ അവരുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. അവർക്കൊപ്പം എന്നും മലനാട് TV ഉണ്ട്. നിങ്ങളും ഉണ്ടാവട്ടെ, അവരും നമ്മളോടൊപ്പം കൈകോർക്കട്ടെ. നന്ദി, നമസ്കാരം. അടുത്ത കാഴ്ചയുടെ പ്രോഗ്രാമിൽ മറ്റൊരു വിശേഷവുമായി എത്താം. ഡെങ്കുവാണ്, കൊതുകാണ് വില്ലൻ, അറിയാലോ. Thank you.
കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ കരുതലോടെയിരിക്കുക.